പാവം എന്റെ ആശാൻ. എത്ര കിട്ടിയാലും പഠിക്കില്ല. ഇനി എന്താകുമെന്ന് കണ്ടറിയണം. ഒന്ന് നടന്നിട്ട് വരാം. ഇവിടെ തന്നെ ഇങ്ങനെ ഇരുന്നിട്ട് ആകെ ഒരു മുഷിപ്പ്. ചെകുത്താൻ കയറിയ കാട്, ഇത് ചെകുത്താൻ കയറിയ കാട്. ഡേയ്, ഈ കാട്ടിൽ ഒരേ ഒരു ചെകുത്താനേ ഉള്ളൂ. അതാരാ? ആരാണെന്ന് വേഗം പറ. അടിച്ചവന്റെ 32 പല്ലും ഞാൻ താഴെ ഇടും. അത് മറ്റാരുമല്ല, നിന്റെ ആശാനില്ലേ, ഒരു ഭൂലോക ഉടായിപ്പൻ. അവൻ തന്നെയാ. അവന്റെ പല്ലുകളിപ്പോൾ എളുപ്പത്തിൽ കൊഴിക്കാം. ഇപ്പം വെറും ചുടായിപ്പനല്ലോ, പ്രതിമേഷ്ട ചുടായിപ്പനല്ലേ. ഇത് കാട്ടിൽ പാട്ടായോ? നേരത്തെ കരടി വൈദ്യരുടെ ഗുഹയിൽ മറ്റു മൃഗങ്ങളുടെ ക്യൂ ആയിരുന്നു. ഓരോരുത്തരായി ലവനോട് പകരം വീട്ടുകയായിരുന്നു. ഇപ്പൊ കാര്യങ്ങളൊക്കെ എളുപ്പമാണല്ലോ. ഓഹോ, എന്തായിട്ടെന്താ? അവിടുന്ന് രക്ഷപ്പെട്ടാൽ വീണ്ടും എന്തെങ്കിലും ഉടായിപ്പുമായിട്ട് ആശാൻ ഇറങ്ങും. ചിന്ന, എന്റെ ആശാന്റെ കാര്യം എന്തായി? കാട്ടിലെ മുഴുവൻ മൃഗങ്ങളും ഗുഹയിലേക്ക് വന്ന് അവനെ പെരുമാറി. ഇപ്പോ അവനെ കണ്ട ഒടിയേഷു കഷായം കഴിച്ചതുപോലുണ്ട്. ആകെ ഒടിവും ചതവുമാണ്. ആശാനെ, എന്റെ ആശാനെ, എന്റെ തങ്കക്കുടം പോലത്തെ ആശാന് ഈ ഗതി വന്നല്ലോ ആശാനെ. ഫ്രീക്കോ, നീ പോയില്ലേ അവനെ ഇടിക്കാൻ? എന്റെ പങ്ക് ഞാൻ എപ്പോഴേ കൊടുത്തു. ദേ, എന്റെ നെറ്റിയിലൊരു അടയാളം കാണുന്നില്ലേ? അത് അവന്റെ തലയിൽ ഇടിച്ച പാടാ. എടാ ഒടങ്കൊല്ലി ഫ്രീക്കു, നീയും എന്റെ പാവം ആശാനെ ഇടിച്ചോ? എന്റെ ആശാനെ തൊട്ട ഒരുത്തനെയും ഞാൻ വെറുതെ വിടില്ല. എല്ലാം നോക്കിയിരുന്നോ? നീ ഡയലോഗ് നിർത്തി ആദ്യം അവനെ ജീവനോടെ രക്ഷിക്കാൻ നോക്ക്. അയ്യോ അയ്യോ, എന്നെ ആരെങ്കിലും ഒന്ന് പിടിക്കണേ. അയ്യോ അയ്യോ. ചിന്ന, നീ നോക്കിയിരുന്നോ? ഒരു 8ന്റെ പണി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഇവനെ ഇങ്ങനെ കാണുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു കുളിർമ. നിന്റെ കുളിർമയൊക്കെ ഞാൻ മാറ്റിത്തരാം. ആദ്യം നീ ശരിക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ നോക്ക്. അവന്റെ ഒരു ആശാനെ, ഇവരുടെ ഡയലോഗ് അടിയിൽ ആശാൻ തളരരുത്. ഏതു കഴുതയ്ക്കും ഒരു നല്ല കാലമുണ്ട്. അതുകൊണ്ട് ആശാൻ പേടിക്കണ്ട.